മയക്കുമരുന്നിനെതിരെ സംസ്ഥാനത്ത് പോരാട്ടം കടുപ്പിക്കുന്ന ഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ എക്സൈസ് സേന കിതയ്ക്കുകയാണ്. കഞ്ചാവും MDMAയും യുവതലമുറയെ വരിഞ്ഞു മുറുക്കുമ്പോൾ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗത്തിൽ പോലും വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്ത അവസ്ഥ. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കാത്തതിനാൽ ഉള്ള ജീവനക്കാരെ വെച്ചാണ് സേനയുടെ പ്രവർത്തനം. MDMA നാട്ടിൻപുറങ്ങളിൽ പോലും സുലഭമായ ലഹരി വസ്തുവായി. ലഹരിക്കടിപ്പിട്ട് നടക്കുന്ന കൊലപാതകങ്ങളും സംഘടനകളും ജനജീവിതത്തിന് വലിയ ഭീഷണിയായി മാറിക്കഴിഞ്ഞു. ലഹരിക്കെതിരെ സാമൂഹ്യ സംഘടനകളും സ്ഥാപനങ്ങളുമെല്ലാം രംഗത്ത് വരുന്നുണ്ടെങ്കിലും ഇതിന് തടയിടേണ്ട എക്സൈസ് വകുപ്പ് വേണ്ടത്ര സജ്ജരല്ല എന്നതാണ് വെല്ലുവിളിയായിട്ടുള്ളത്. സംസ്ഥാനത്താകെ 5000-ൽ താഴെ എക്സൈസ് സേനാംഗങ്ങളാണുള്ളത്. റിട്ടയർ ചെയ്യുന്ന ഒഴിവുകളിൽ നിയമനം നടക്കുന്നതല്ലാതെ സേനയിലെ അംഗസംഖ്യ കൂടുന്നില്ല. ഇതിന് പുതിയ തസ്തികകൾ സൃഷ്ടിക്കണം. MP രാജേഷ് വകുപ്പ് മന്ത്രിയായ ശേഷം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഒരു തസ്തിക പോലും അനുവദിച്ചിട്ടില്ല. TP രാമകൃഷ്ണൻ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ 359 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചിരുന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തുടക്കത്തിൽ മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ 31 തസ്തികകൾ അനുവദിച്ചിരുന്നു. വകുപ്പിൽ പുതിയ റേഞ്ച് ഓഫീസുകളും സർക്കിൾ ഓഫീസുകളും തുറക്കുന്നില്ല. ജീവനക്കാരുടെ പ്രൊമോഷനും നടക്കുന്നില്ല. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ പ്രൊമോഷൻ നടത്താനും നടപടിയായിട്ടില്ല. 44 അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. ഈ തസ്തികയിൽ പ്രൊമോഷൻ നൽകിയാൽ 44 പേർക്ക് പുതുതായി നിയമനം ലഭിക്കുന്ന അവസ്ഥയുണ്ടാകും. 10ഓളം പോലീസ് സ്റ്റേഷൻ പരിധിയാണ് ഒരു എക്സൈസ് റേഞ്ച് ഓഫീസിനുള്ളത്. ലഹരി വസ്തുക്കളെ കുറിച്ചുള്ള വിവരം ശേഖരിച്ച് നടപടി സ്വീകരിക്കേണ്ട എക്സൈസിലെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ അവസ്ഥ പരിതാപകരമാണ്. ഒരു ജില്ലയിൽ 5 പ്രിവന്റീവ് ഓഫീസർമാരും ഒരു ഇൻസ്പെക്ടറുമാണ് ഇന്റലിജൻസിനുള്ളത്. ലീവും ഓഫും കഴിഞ്ഞാൽ ഒരു ജില്ലയിൽ ഡ്യൂട്ടിക്കുണ്ടാവുക 3 പ്രിവന്റീവ് ഓഫീസർമാർ മാത്രം. ഇന്റലിജൻസ് പ്രവർത്തനം പേരിന് മാത്രമായി മാറി. ഇവർക്കാകട്ടെ പരിശോധനകൾക്കുള്ള ഉപകരണങ്ങളും വാഹനങ്ങളുമില്ല. 15 വർഷം കാലാവധി കഴിഞ്ഞ വകുപ്പിന്റെ വാഹനങ്ങൾ കട്ടപ്പുറത്തായത് കാരണം വാഹനക്ഷാമം രൂക്ഷമാണ്. ഡെപ്യൂട്ടി കമ്മീഷണർമാർക്കും അസിസ്റ്റന്റ് കമ്മീഷണർമാർക്കും പുതിയ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും താഴെത്തട്ടിൽ വാഹനങ്ങളില്ല. റേഞ്ച് ഓഫീസിലെ വാഹനങ്ങളാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഉള്ളവയിലാകട്ടെ ഡ്രൈവർമാരുമില്ല. ഡ്രൈവർ തസ്തിക ഇല്ലാത്തതാണ് ഇതിന് കാരണം. എക്സൈസിന്റെ സൈബർ സംവിധാനവും പ്രഹസനമാണ്. ഫോൺ ട്രാക്ക് ചെയ്യാനുള്ള യാതൊരു സംവിധാനവും ഈ വിങ്ങിനില്ല. പലപ്പോഴും പോലീസിനെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. പോലീസിൽ നിന്ന് വിവരം കിട്ടാൻ കാലതാമസം വരുന്നത് തിരിച്ചടിയാവുകയും ചെയ്യുന്നു.